എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് ഞാനൊരു 1/2 കിലോ കിളിമീൻ വെട്ടിക്കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. കുടംപുളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം വെള്ളത്തിൽ ഒന്ന് ഉരുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പുളിയൊക്കെ ഒരു ചീഞ്ചട്ടി ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു പിഞ്ച് ഉലുവ അതിനകത്തേക്ക് ഇടാം. 1 ടീസ്പൂൺ മുഴുവനെയുള്ള മല്ലി. അത് മുഴുവനെയുള്ള മല്ലി ഇല്ലെങ്കിൽ പൊടി ഇടാം. മുഴുവനെയുള്ള മല്ലി ഇട്ട് ചൂടാക്കുമ്പോൾ നല്ലൊരു വേറൊരു ടേസ്റ്റ് ഉണ്ട്. മുഴുവനെയുള്ള മുളക്, വറ്റൽമുളക് ഒരു 10-12 വറ്റൽമുളക് അതിനകത്ത് ഇടുകയാണ്. ഒരു 2 കറിവേപ്പില. ഇതെല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. മുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഒരു 1/4 കപ്പ് തേങ്ങ, അതായത് എൻ്റെ കൈക്ക് ഒരു കൈപ്പിടുത്തം തേങ്ങ ഇതിനകത്തേക്ക് ഇടും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. തേങ്ങ ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്നും ഇളക്കണ്ട. ജസ്റ്റ് ആ മഞ്ഞൾപ്പൊടിയും ഇതും എല്ലാം കൂടെ ഒന്ന് യോജിക്കുന്നിടം വരെ മതി. ഇതുപോലെ മീൻ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നമ്മളെന്നും ഒരുപോലെ ഉണ്ടാക്കാതെ ഒരു വ്യത്യസ്തതയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എനിക്കത് നന്നായിട്ട് തോന്നി. ഇത്രയും ചൂടായാൽ മതി. ഇത് നന്നായിട്ട് ഇനി അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുത്തു. ഇത് നമ്മൾ പാകത്തിന് വെള്ളം ചേർത്ത് തിളച്ച് കഴിയുമ്പോൾ മീനിടാം. ഞാൻ ഇഞ്ചിയും പച്ചമുളകും പുളിയെല്ലാം ഞാൻ ആദ്യം ഒന്ന് വെള്ളം ഒഴിച്ച് ചൂടാക്കി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണം ഇതിനകത്തേക്ക് ഇടാം. ഇത് കിളിമീനാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അധികം മുറുക്കം കുറഞ്ഞ ഒരു മീനാണ്. അതുകൊണ്ട് ഒട്ടും ഇളക്കരുത്. ചട്ടി ഒന്ന് കുലുക്കിയെടുക്കാനേ പറ്റുള്ളൂ. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് എടുക്കുക. മീനിൻ്റെ ചാറൊക്കെ കുറുകി ഇട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില, പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. നന്നായിട്ടൊന്ന് ചുറ്റിച്ച് മീൻകറി റെഡിയായി. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഓക്കെ, ബൈ.